ഹലോ, അൻസാറാണ്. നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. 3 കാര്യങ്ങൾ നിർബന്ധമായും അച്ഛന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു, 12 വർഷം ഗൾഫിലായിരുന്നു. വളരെ കഷ്ടപ്പാടാണ്, ലീവൊന്നുമില്ല, എല്ലാ ദിവസവും ജോലിയാണ്. രാവിലെ ഒരു 4 മണി 5 മണിക്കൊക്കെ തുടങ്ങിയാൽ രാത്രി 10 മണി വരെയൊക്കെ ഉണ്ടാവും. അത് 16 മണിക്കൂറൊക്കെയാണ് ജോലി, എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പം ഇന്ന് ജോലിക്ക് കയറിയാൽ 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന അന്ന് വരെ ജോലിയാണ്, ലീവില്ല. അപ്പം നല്ല ചൂടായിരിക്കും, കിച്ചണിലായിരിക്കും, നല്ല ചൂടായിരിക്കും. ഈ ചൂടത്താണ്, അപ്പോൾ അവിടെ ക്ലൈമറ്റും ചൂടായിരിക്കും. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ ഞങ്ങളൊക്കെ പഠിപ്പിച്ച് വലുതാക്കി. ഗൾഫിൽ ഞങ്ങളൊക്കെ വന്നു, വാപ്പയെ നാട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ വാപ്പ നാട്ടിൽ പോകുന്നു, വിശ്രമ ജീവിതം നയിക്കുന്നു. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകുന്നത്. ഒന്ന്, ഇപ്പം അവർ കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്തു. അപ്പം ജോലി ചെയ്തൊരു സാഹചര്യം നോക്കാം. അവർ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാണ്, രാവും പകലും അധ്വാനിക്കുകയാണ്. ആ കിട്ടുന്ന പൈസയെല്ലാം ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോണ് ആയി വരുന്നൊരു കാലഘട്ടം. ഫോൺ വന്നാൽ തന്നെ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളൊരു കാലഘട്ടം. അങ്ങനെയാണ് അച്ഛൻ്റെ സൈഡ് നോക്കുമ്പോൾ. അപ്പം അമ്മേൻ്റെ സൈഡ് നോക്കുമ്പം ഈ അച്ഛൻ പൈസ അയച്ചു കൊടുക്കുന്നു, അമ്മയാണ് നമ്മളെല്ലാം നോക്കുന്നത്. നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്, ബാഗ് വാങ്ങിത്തരുന്നത്, കുട വാങ്ങിത്തരുന്നത്, ഡ്രസ്സ് വാങ്ങിത്തരുന്നത് ഒക്കെ അമ്മയാണ്. സ്നേഹം തരുന്നത് അമ്മയാണ്. നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നത് അമ്മയാണ്. നമ്മെ കൊഞ്ചിക്കുന്നത് അമ്മയാണ്. നമ്മെ എടുത്തുകൊണ്ട് നടക്കുന്നത് അമ്മയാണ്. സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ രക്ഷിതാവായി വരുന്നത് അമ്മയാണ്. സ്കൂളിൽ ചേർത്താൻ പോകുന്നത് അമ്മയാണ്. പിന്നെ മഴ പെയ്താൽ കുട കൊണ്ട് വന്നു തരുന്നത് അമ്മയാണ്. സ്കൂള് വിട്ട് നമ്മളെ വഴിയിൽ കാത്തു നിൽക്കുന്നത് അമ്മയാണ്. എല്ലാം അമ്മയാണ്. അപ്പം നമുക്ക് ഒരുക്കി തരുന്നതും നമുക്ക് സ്നേഹം തരുന്നതും നമ്മെ ചുംബിക്കുന്നതും ഒക്കെ അമ്മയാണ്. പാവം ഈ അച്ഛൻ രാവും പകലും കഷ്ടപ്പെടുന്നു. അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന പൈസ ഒരു പണം പോലും അവിടെ ചിലവഴിക്കാതെ പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട് ചെറിയ സൗകര്യത്തിൽ ജീവിച്ച് ആ പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇപ്പം അവർ ഗൾഫൊക്കെ നിർത്തി വിശ്രമ ജീവിതത്തിലാണ്. ഇപ്പം അവർ നമ്മിൽ നിന്ന് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഇത് പ്രവാസിൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ ജോലിക്ക് പോകുന്ന, എന്നും ജോലിക്ക് പോകുന്ന അച്ഛൻ്റെയും കൂടി കഥയാണ് ഞാൻ പറയുന്നത്. അച്ഛൻ നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ, നമ്മളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥമായ 3 കാര്യങ്ങൾ. ഒന്ന്, പോക്കറ്റ് മണി. ഇപ്പം നമ്മൾ സ്കൂളിൽ പോയി, കോളേജിൽ പോയി, നമ്മളെ ഫീസെല്ലാം അച്ഛൻ അടക്കുന്നുണ്ട്. അപ്പയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിഠായി വാങ്ങിക്കോട്ടെ, ഒന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പോക്കറ്റ് മണി അച്ഛൻ തരാറുണ്ട്. ആ പോക്കറ്റ് മണി ഇന്ന് പിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ പോക്കറ്റ് മണി ഇന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ അച്ഛന് മടിയുണ്ട്, പക്ഷേ ആ അച്ഛൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അച്ഛന് വൈകുന്നേരം അങ്ങാടി പോയിരിക്കുന്നു, അച്ഛൻ്റെ ഫ്രണ്ട്സെല്ലാം വരും. അപ്പോൾ ഒരു ദിവസം ചായ കുടിക്കും. അപ്പം ഇന്ന് അയാളായിരിക്കും പൈസ കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പോക്കറ്റ് മണി ഉണ്ടെങ്കിൽ ഇന്ന് ഞാനാണ് പൈസ കൊടുക്കുന്നത്. അത് അച്ഛൻ്റെ ഒരു അഭിമാനമാണ്. അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരൊരു ചായ കുടിക്കുന്നു, അച്ഛൻ ബില്ല് നടക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ചിലവിനൊക്കെ പൈസ അയക്കുന്നുണ്ട്. പക്ഷേ അച്ഛനായിട്ട്, അച്ഛന് മാത്രമായി പോക്കറ്റ് മണി അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേതൊരു അച്ഛൻ്റെയും അഭിമാനമാണ്. അവർക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാനുള്ളൊരു കോൺഫിഡൻസാണ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോയി ഇരിക്കാനുള്ള ഒരു കോൺഫിഡൻസാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് നമുക്കറിയില്ല, അതുകൊണ്ടാണ്, എനിക്കറിയില്ലായിരുന്നു. ഇത് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, സ്നേഹം. അമ്മ നമുക്കെല്ലാം തന്നു, അമ്മ നമുക്ക് സ്നേഹം തന്നു. ആ സ്നേഹം പ്രകടിപ്പിച്ചു, നമ്മെ കൊഞ്ചിച്ചു, നമ്മെ ലാളിച്ചു, എല്ലാം അമ്മ തന്നു. ഈ അച്ഛൻ അതിന് സമയം കിട്ടിയില്ല, ഗൾഫിലായിരുന്നു, കഠിനമായ ജോലിയായിരുന്നു, വിളിക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും കത്തുകളാണ് അയച്ചിരുന്നത്. അതുകൊണ്ട് അച്ഛൻ സ്നേഹമില്ല എന്നല്ലല്ലോ അർത്ഥം. ആ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പം അച്ഛൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, അച്ഛൻ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട്, ഇത്രയും കഷ്ടപ്പെട്ട് കഠിനമായ സാഹചര്യങ്ങളിലൂടെ ജോലി ചെയ്ത് പണം അയച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എൻ്റെ സ്നേഹം അതാണ്. എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ എന്നും ഇങ്ങനെ അധ്വാനിച്ചിട്ട് ആ പൈസ അയച്ചു കൊടുക്കുന്നത്. ആ പൈസ അയച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ അമ്മ നമ്മളെ കൊഞ്ചിക്കുന്നത്, സ്നേഹം തരുന്നത്. അപ്പം ഇന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അച്ഛനത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ബോധപൂർവം നമ്മൾ കൊടുത്തേ പറ്റൂ, ആ സ്നേഹം. മൂന്നാമത്തത് പരിഗണന. അപ്പം അമ്മയാണ് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എടുത്തത്. അച്ഛൻ ഗൾഫിലാണ്,
അല്ലെങ്കിൽ അച്ഛൻ എന്നും ജോലിക്ക് പോവാണ്. അമ്മയാണ് എല്ലാ വിഷയത്തിലും തീരുമാനമെടുത്തത്. ഏത് പഠിക്കണം, ഏത് പുസ്തകം കൊണ്ടുപോകണം, നമ്മുടെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഇനി ഏത് സ്കൂളിൽ പഠിക്കണം, എല്ലാം അമ്മയാണ് തീരുമാനിച്ചത്. അമ്മയാണ്. ഇതിനൊന്നും അച്ഛന് സമയമില്ല. അധ്വാനിക്കുകയാണ് പാവം, കഷ്ടപ്പെടുകയാണ്. ആ പണം വേണം അമ്മക്ക് തീരുമാനമെടുക്കാൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ചെറുതും വലുതും തീരുമാനമെടുത്തത് അമ്മയായിരുന്നു. ഇന്ന് അച്ഛനുണ്ട്. ഇന്ന് അച്ഛൻ വിശ്രമ ജീവിതം നയിക്കണം. പൈസയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ. ഇന്ന് ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നോട് ആ വിഷയം പറയണം, എന്നോട് ആ വിഷയം ആലോചിക്കണമെന്ന് എല്ലാ അച്ഛനും ആഗ്രഹിക്കുന്നുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുള്ള സമയമാണ് ഈ സമയം. ഈ 3 കാര്യങ്ങളും ഇന്ന് നമ്മുടെ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അച്ഛൻ മരിച്ചുപോയ ഒരുപാട് ആളുകൾ. പലരും പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹിക്കാമായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പോക്കറ്റ് മണി കൊടുക്കാമായിരുന്നു, അച്ഛനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ വിഷമിക്കുന്ന അനേകം ആളുകൾ എനിക്കറിയാം. അപ്പം നാളെ അച്ഛൻ മരിച്ചിട്ട് അച്ഛന് കൊടുക്കാമായിരുന്നു, സ്നേഹിക്കാമായിരുന്നു എന്ന് പറയുന്നത് അർത്ഥമില്ലല്ലോ. ഇന്ന് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അച്ഛന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.